എൻ്റെ കയ്യിലായിട്ടുണ്ട്, പക്ഷെ ഞാൻ കത്തിക്കുന്നില്ല. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ അടുത്ത് വനിതാ ഉത്സവത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റിൻ്റെ ഒരു സാധനം കിട്ടി, ഒരു ചന്ദനത്തിരി. മംഗൾദ്വീപിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഇൻസെൻസ് എന്ന് പറയുന്നത് ഒരു നല്ല ഉഗ്രൻ സെൻറ്റാണ്, ഇൻസ്പയർഡ് ബൈ ഫൈൻ ഫ്രേഗ്രൻസ്. കൊള്ളാല്ലേ, 3-in-1 ആണ്. അപ്പോൾ നമ്മുടെ പുഷ്പയുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്, ലിമിറ്റഡ് എഡിഷൻ. അതെന്താണ് ലിമിറ്റഡ് എഡിഷൻ? അതില്ലേ ITC-യിലാണ്. അപ്പോൾ ഇതൊരു സാമ്പിൾ കേട്ടോ, സാമ്പിൾ പാക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോയപ്പോൾ വനിതാ ഉത്സവത്തിൽ പോയപ്പോൾ നമുക്ക് കയറിയപ്പോൾ ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സാധനം അൺബോക്സിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കധികം വലിച്ചു നീട്ടുന്നില്ല. ഈ പുഷ്പയുടെ പടം കൊടുത്തേക്കണേന്ന് എനിക്ക് തോന്നുന്നത് പുഷ്പ ചന്ദനക്കടത്തുകാരനായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ചന്ദനം കൊണ്ടുള്ള ചന്ദനത്തിരി ഒരു നൽകിയിരിക്കുന്നത്. ചന്ദനത്തിരിയിൽ പുഷ്പയുടെ പടം ഫോട്ടോയിൽ കാണാൻ പൊളി കേട്ടോ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് നമുക്കിത് കീറാവേ, നല്ല ടൈറ്റാണല്ലോ. എന്തോ ഇത് അതിന് തുറക്കാണ്ടിരിക്കാനുള്ള സ്റ്റിക്കർ. തുറന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് 3 എണ്ണം കേട്ടോ. അപ്പോൾ ഇതാണോ 3-in-1 എന്ന് പറയുന്നത്? ഇനിയിപ്പോൾ 3 ടൈപ്പിലുള്ള ഫ്രഗ്രൻസ് ആയിരിക്കണം. നമുക്ക് ആദ്യം ഈ ഡാർക്ക് ബ്രൗൺ എടുക്കാം. ഡാർക്ക് ബ്രൗൺ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോന്നെടുത്ത് കത്തിച്ച് നോക്കാം. ഈ ചന്ദനത്തിരിയുടെ സ്മെല്ല് ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരിക്കും. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സമയം 7:10. നാട്ടിലെ കോഴികളെല്ലാം കോഴിക്കൊണ്ടേയിരിക്കുന്നു. ഒടുക്കത്തെ പോക കേട്ടാ, ചാരമൊക്കെ പറക്കും. നോക്കിയേ, ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഒട്ടുക്കത്തെ പോക മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട്. എങ്ങനെയുണ്ട് പോക? പുക ഇപ്പോൾ കുറഞ്ഞ്. അടച്ച മുറിയിൽ ഇത് കത്തിച്ച് വെച്ചിട്ട് ഇരിക്കുന്നത് നല്ലതല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, പുക അടിച്ച് ആ മുറി മൊത്തവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുറിയിൽ ഇത് കത്തിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം. ആ മുറിയിൽ ആ സ്മെല്ല് നിൽക്കുന്നുണ്ടാവും നല്ല രീതിയിൽ, പക്ഷെ പുക മുതൽ നിൽക്കുന്നുണ്ടാവും. വലിയ കുഴപ്പമില്ല. ഇതൊരു മൈൽഡ് സ്മെല്ല് തന്നെ പറയാം, കാരണം ഒരു മൈൽഡാണ്. ഓവർ ഇതൊന്നും വരുന്നില്ല, കുത്തൽ തന്നെയില്ല. നമ്മൾ പണ്ട് സൈക്കിൾ അഗർബത്തിച്ചല്ലേ പരസ്യം കണ്ടില്ലേ, ദൈവം ഇല്ലായിരുന്നെങ്കിലോ ഇതിലാര് വെള്ളം നിറയ്ക്കും? ആ ഒരു പരസ്യം ഓർമ്മ തന്നെ ചന്ദനത്തില്ല. മംഗൾദ്വീപ് അഗർബത്തീസിൻ്റെ പരസ്യം ഉണ്ട്, പക്ഷെ അത്ര ഓർക്കുന്നില്ല കേട്ടോ. നല്ല പുകയുണ്ട്. അപ്പോൾ നമുക്കിത് കിടത്താം, കുഴപ്പമില്ല. ഇതിൻ്റെ സ്മെല്ല് കുഴപ്പമില്ല. ഫസ്റ്റ് സാമ്പിൾ ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ, ട്രൈ ദ നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്. അപ്പോൾ ഇത് ചോക്കാം. ഇതൊരു നല്ലൊരു ബ്രൗൺ കളറിലെ ചന്ദനത്തിരിയാണ്, പുഷ്പയുടെ ഐറ്റം ആണല്ലോ. ഇത് വെറുതെ മണക്കാരൊക്കെ നല്ല സ്മെല്ല് കേട്ടോ. അല്ല ഊതിൻ്റെയൊക്കെ സ്മെല്ലില്ലേ, നമ്മൾ ഏതോ പെർഫ്യൂമിൻ്റെ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് ഇതിനുണ്ട് കേട്ടോ. ഇത് നമുക്കത് ചോക്കാം. ഇത് നല്ല സ്മെല്ലായിരിക്കും തോന്നുന്നു. പെട്ടെന്ന് കത്തണ്ട കേട്ടോ. ഹോം ഹരി ഹോം. ഓ നല്ല പുകയുണ്ടേ. വീഡിയോയിൽ എത്രത്തോളം പുക വരുമെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ മൊത്തം ലൈറ്റുകളുണ്ട്. വീഡിയോയിൽ പുക അധികം കാണത്തില്ല. മൂക്കിൻ്റെ അടുത്തുകൊണ്ട് വെക്കരുത്, അടിച്ച് കയറേണ്ടതാണ്. അടിച്ച് കയറ്. എനിക്ക് തോന്നുന്നു എല്ലാ മണം കൂടി ഇതായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് അതിനെക്കാട്ട് ഇച്ചിരി കൂടി ലൈറ്റാണ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത്. ഇത് ഇച്ചിരി കൂടി സ്മെല്ല് ഇച്ചിരി കൂടി നല്ലൊരു കുത്തുന്നില്ല. ചില തന്നത്തിലൊക്കെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കുത്തലായിരിക്കും. ഇതിന് അങ്ങനത്തെ കുത്തലില്ല. പിന്നെ പോക്ക ടാസ്ക്കാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു രാവിലെ നിങ്ങൾ വേണമെങ്കിൽ കത്തിച്ച് വെച്ചിട്ട് അങ്ങനെ കത്തിച്ച് വെക്കല്ല, കത്തിച്ച് വെച്ചിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം എടുത്ത് കഴിഞ്ഞാൽ ആ മുറിയിൽ ആ സ്മെല്ല് നിൽക്കുമായിരിക്കും. കാരണം ഇങ്ങനെ അടച്ച മുറിയൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് വീടുകളിലൊക്കെ കത്തിച്ച് വെക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇത് നോട്ട് ബാഡ്, കുഴപ്പമില്ല. പക്ഷേ ആദ്യത്തേൻ്റെ അത്ര ഇല്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ സ്മെല്ല് വലിയ തെറ്റില്ലാത്തൊരു സ്മെല്ലാട്ടോ. പക്ഷെ പുക സഹിക്കാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്നു. ഇതൊരു ലൈറ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ചില സോപ്പിലൊക്കെ ഈ എന്താ പറയുക ഈ സന്തൂറിൻ്റെ ഒക്കെ പോലത്തെ, സന്തൂറിൻ്റെ സ്മെല്ലൊന്നും ഇല്ലെങ്കിലും
അതിൻ്റെയൊക്കെ ഇവിടേക്കോ ഒരു ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ എടുത്താം. പിന്നെ നെക്സ്റ്റ് തേർഡ് വൺ ട്രൈ ചെയ്യാം. 3 in 1 ആണല്ലോ, അത് കിടത്തി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പച്ചയാണ്. പച്ച കണ്ടിട്ട് എന്തോ പോലെ തോന്നണില്ല, നോക്കാം. പച്ച 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 പച്ചേ പോകാം. അപ്പോൾ ഈ പച്ചയുടെ ഇങ്ങനെ മണക്കാണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ല, ഒറ്റ കത്തി കത്തിച്ചാൽ കത്തൂല. എൻ്റെ പൊന്നോ, ഇത് പുകച്ച് നമ്മൾ പുറത്താടി പോയില്ല. കൊതുകിനെ ഓടിക്കാനൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് സാധനം. ഇതൊരു മാതിരി സ്മെല്ലായി പോട്ടാ. എൻ്റെ പൊന്നോ, കത്തിച്ചപ്പോൾ തന്നെ അടിച്ച് പണ്ടാക്കി തലയിൽ കയറുന്നുള്ള സ്മെല്ല്. ഈ മൂന്നാമത്തെ സാധനം കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേത് രണ്ടും പിന്നെയും കൊള്ളാം. ഇത് ഭയങ്കര കുത്തലെന്ന് പറഞ്ഞാൽ അടിച്ച് കയറുന്ന സാധനം. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ വല്ല കൊതുകിനെ ഓടിക്കാനും അതുപോലെ തന്നെ വല്ല ബാഡ് സ്മെല്ല് അടുത്തൊക്കെ കത്തിച്ച് നോക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർന്നൊരു സ്മെല്ല് വരും. ഭയങ്കര പുകയാട്ടോ ഈ സാധനത്തിന്. എൻ്റെ പൊന്നോ. അപ്പോൾ ഇതിന് ഞാൻ റേറ്റിംഗ് അത്ര കൊടുക്കുന്നില്ല. എൻ്റെ പൊന്നോ, ഈ സ്മെല്ലും പോരാ. കത്തിച്ച് ഞങ്ങൾ കിടത്തികളാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ഇത് രണ്ടും നന്നായിട്ടുണ്ട്. എൻ്റെ പൊന്നോ, അത് തുമ്മലൊന്ന് ചാവ് കൊണ്ടുവരാം. അപ്പോൾ എൻ്റെ പൊന്നോ, അപ്പോൾ ഈ 3 നമുക്ക് വരുന്നത്. അപ്പോൾ മൊത്തം 6 പീസ് ഉണ്ട് നമുക്ക് തന്ന സാമ്പിളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പിൾ പാക്കറ്റ്. മംഗൾദ്വീപിൻ്റെ ലിമിറ്റഡ് എഡിഷൻ പുഷ്പ 2 സെൻറ്റ്. ഇൻസ്പയർ ബൈ ഫൈൻ ഫ്രഗ്രൻസ്. അതുതന്നെ ഫൈനായിട്ടുള്ള ഫ്രഗ്രൻസ് തന്നെയാണ്. കാരണം അത്യാവശ്യം നമുക്ക് എൻ്റെ പൊന്നോ മൂക്കിലോട്ട് അടിച്ച് കീറിയിട്ടതാണ്. അപ്പോൾ സംഗതി വന്നത് കൊൽക്കത്തയിൽ നിന്നാണ് കേട്ടോ. കൊൽക്കത്തയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാടിപ്പട്ടി തമിഴ്നാടല്ലേ? വാടിപ്പട്ടി കിടക്കട്ടെ. മെയ്ഡ് ഇൻ ഇന്ത്യ ആണല്ലോ. ഓക്കെ, ITC ലിമിറ്റഡ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും കൊടുത്തില്ല. 6 അഗർബത്തി സ്റ്റിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. MRP ഇല്ല. ഇത് ഫ്രീ സാമ്പിളാണ്, നോട്ട് ഫോർ സെയിൽ. നമുക്ക് അവിടെ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ പുഷ്പണ്ണൻ്റെ പടമൊക്കെ ഉണ്ട്. പുഷ്പണ്ണൻ ലിമിറ്റഡ് എഡിഷൻ. ഇത് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഉണ്ടാകും, നമുക്ക് നോക്കാം. ഓൺലൈൻ ഉണ്ടെങ്കിൽ അത് നോക്കാം. അപ്പം ചന്ദനത്തിരി പലർക്കും പല ടൈപ്പാണ് ഇഷ്ടപ്പെടുന്നത്. പലർക്കും പല ടൈപ്പ് എന്ന് വെച്ചാൽ ചിലവർ നല്ല എന്താ പറയുക, ഒരു രാവിലത്തെ വൈബിനൊക്കെ വേണ്ടി കത്തിച്ചിടും. ചിലവർ കൊതുകിനോടിക്കാൻ കത്തിച്ചിടും. അങ്ങനെ ചന്ദനത്തിരി നമുക്കൊരു നല്ലൊരു വീടിൻ്റെ അകത്ത് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് സാധനം കത്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളിത് ഒരെണ്ണം കത്തിച്ച് വെച്ചാൽ മതി. കാരണം അത്യാവശ്യം നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് ഒരെണ്ണത്തിൽ നിന്ന്. ചെറിയ റൂമൊക്കെ ആണെങ്കിൽ, അപ്പോൾ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം കത്തിച്ച് വെക്കുക, കുറച്ച് നേരം കണ്ട് കിടത്തിയിടുക. അടച്ചിടുകയാണെങ്കിൽ കിടത്തിയിട്ടിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് നേരം കത്തിച്ച് ആ സ്മെല്ലും പുക ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. പുക ഭയങ്കരമായിട്ട് ആ റൂം ഫുള്ളും പുക വരും. അപ്പോൾ കത്തിക്കുകയാണെങ്കിൽ ഒരു ചന്ദനത്തിരി എടുത്ത് കത്തിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേണ്ട, 5-10 മിനിറ്റ് ആകുമ്പോൾ സാധനം കത്തി തീരും. അപ്പോൾ കത്തിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കണ്ട് തന്നെ കിടത്തി കളയുക. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ആ റൂമിൽ മൊത്തം സ്മെല്ല് കിട്ടും. പിന്നെ കുറച്ച് നേരം ഡോർ തുറന്നിടണം പുക പോകാൻ വേണ്ടി. പിന്നെ സ്മെല്ല് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കണ്ടിട്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇത് ഞാൻ നേരത്തെ ഒരു സാമ്പിൾ പാക്കറ്റ് ഞാനെടുത്ത് പൊട്ടിച്ച് നോക്കി, ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കൊരു 2 എണ്ണം കിട്ടി. സാമ്പിൾ 2 എണ്ണം കിട്ടിയായിരുന്നു. നമ്മൾ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്ക് വനിതാവയസ്സിൽ പോയപ്പോൾ കൊടുത്താണ്, വനിതാ ഉത്സവത്തിൽ പോയപ്പോൾ അവർ കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയ സാധനമാണ്. അങ്ങനെയാണ് ഞാൻ ഈ മംഗൾദ്വീപിൻ്റെ ITC എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, മറ്റേത് കത്തിച്ചിട്ടുണ്ടല്ലേ, പച്ച കത്തിച്ചിട്ട് മൂക്കിലോട്ട് അടിച്ച് കയറിയിട്ട് മൂക്കിൽ നിന്ന് ജലദോഷം വന്നതുപോലെ. അപ്പോൾ അത്ര നല്ലതല്ല. എനിക്കത് ബേസിക്കലി എനിക്ക് 10ൽ ഒരു 3 കൊടുക്കാൻ പോലും പറ്റുന്നില്ല. ബാക്കി ഇത് രണ്ടും നല്ലതാണ്. ഇതിനൊരു ഇച്ചിരി കൂടി നല്ല കുത്തലില്ലാത്ത നല്ലൊരു സാധാരണ സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ നല്ല ശരിക്കും ചന്ദനത്തിൻ്റെ സ്മെല്ലില്ലേ, ആ സ്മെല്ലൊന്നുമല്ല. അങ്ങനെ ഒരു കത്തിച്ച് വെച്ചാൽ നല്ല സ്മെല്ലാണ്. കാണുന്നത് വെറുതെ മണക്കാണെങ്കിൽ പോലും നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതും ഇച്ചിരി മാച്ചാട്ടാ. ഇത് തന്നെ ഇത് ഇച്ചിരി കൂടി ലൈറ്റായിട്ടുള്ളത്, ഇച്ചിരി കൂടി സ്മെല്ല് കുറഞ്ഞത്. ഇത് രണ്ടും മണക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. നമുക്ക് വെറുതെ മണക്കാനാണെങ്കിൽ സ്മെല്ലുണ്ട്. പിന്നെ കൊള്ളാം. അപ്പോൾ ഫ്രീ കിട്ടിയ സാധനമാണെങ്കിൽ നമ്മൾ ഒരുപാട് കുറ്റം പറയുന്നില്ല. വെറുതെ കിട്ടിയ സാധനത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ, ഒരു സാമ്പിൾ കിട്ടി, നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ അടിച്ച് നോക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ്, ഇമാതിരി വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണോ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. ചന്ദനത്തിരി അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എന്ത് വീഡിയോസാണ് വേണ്ടത് പറയൂ. പിന്നെ ഈ ചന്ദനത്തിരിയെ പറ്റി പറയുവാണെങ്കിൽ ഓരോ ആൾക്കാരും ഓരോ കൾച്ചറിനാണ് ഓരോ ചന്ദനത്തിരി. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം വരുമ്പോൾ അവിടെ കത്തിച്ച് വെക്കുന്നത് നല്ല ഒരു ഉന്മേഷം കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു
സ്മെല്ല് കിട്ടാനും ഒരു വൈബ് കിട്ടാനും, വൈബ് മീൻസ് ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടാനൊക്കെ തന്നെയാണ് ഇങ്ങനെ ചന്ദനത്തിലേക്ക് കത്തിച്ച് നല്ല സ്മെല്ല് വരുത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ നമുക്കിതൊരു അത്യാവശ്യം നല്ലൊരു വലിയൊരു ഏരിയയിൽ പോലും ഇത് കത്തിച്ച് വെക്കാൻ പറ്റും. കാരണം ഇതൊരു ചെറിയ റൂമിൽ പോലും നല്ല സ്മെല്ല് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു സാമ്പിൾ അടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ സാമ്പിൾ അടിച്ച് നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ സാമ്പിൾ അടിച്ച് നോക്കി, അത് കുറച്ച് നേരം കത്തിച്ച് വെച്ചുള്ളൂ. കുറച്ച് നേരം കത്തിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്മെല്ല് ഇന്നും നിൽക്കുന്നുണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും, 6-7 മണിക്കൂർ. ഞാൻ ഇന്നലെ രാത്രിയാണ് ചെയ്ത് നോക്കിയത്. 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ഒരു സാമ്പിൾ കത്തി വെച്ചിട്ട് കുറച്ച് നേരം കത്തിച്ചുള്ളൂ. ഞാൻ 2-3 മിനിറ്റ് മാക്സിമം വെച്ചിട്ടുള്ളൂ. ആ കത്തിച്ച സാധനമാണ് ഇരിക്കുന്നത്. 2-3 മിനിറ്റ് പോലും ഇല്ല, കണ്ട അധികം കത്തിയിട്ടില്ല. അപ്പോൾ അത് കത്തിച്ച് വെച്ചിട്ട് പക്ഷേ റൂം അടച്ച് കിടക്കുകയായിരുന്നു. അതുകൊണ്ടിട്ട് നമുക്ക് ആ സ്മെല്ല് അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു സ്മെല്ല് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് കത്തിച്ചതും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അഗർബത്തീസിനെ പറ്റി കുറച്ച് റിസർച്ച് നടത്തിയാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരാം. അതിലേക്കും ബൈ.